അപ്പോൾ ഹായ്, ദിസ് ഈസ് ഡോക്ടർ അർജുൻ. ഞാനിപ്പോൾ വന്നിട്ടുള്ളത്, ഞാൻ ഹോട്ടൽ മസാജിൻ്റെ വീഡിയോ പറഞ്ഞ സമയത്ത് ഞാൻ ധൂപനം എന്നുള്ള ഹെയർ കെയർ പ്രൊസീജിയറിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ധൂപനം ചെയ്യേണ്ട പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് മരുന്നുകൾ നമ്മൾ കളക്ട് ചെയ്യണം. അതായത് ഒന്ന് കർപ്പൂരം, പിന്നെ ജടാമാൻസി, പിന്നെ വയമ്പ് വാച്ച, ഇരട്ടിമധുരം, പിന്നെ കരിവേപ്പില, കറി ലീവ്സ്. ഈ ഡ്രഗ്സ് എല്ലാം കർപ്പൂരം ഒഴിച്ച് ഈ ഡ്രഗ്സ് എല്ലാം നമ്മൾ ഒന്ന് ഉണക്കി പൊടിക്കുക, മാറ്റി വയ്ക്കുക. ഇനി ധൂപം തയ്യാറാക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ ഈ കുന്തിരിക്കൊക്കെ പോകില്ലേ, അതേ പ്രൊസീജിയർ തന്നെ. നമ്മൾ ഒരു മൺചട്ടി എടുക്കുക, കൽക്കരി കത്തിക്കുക, അതിലോട്ട് ഈ ഡ്രഗ്സ് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കലാണ് നല്ലത്. എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇടുക. ഏറ്റവും അവസാനം ആവശ്യത്തിന് കർപ്പൂരം ഇടുക. എന്നിട്ട് ആ പുക നമ്മൾ ഇതെപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏകദേശം കുളി കഴിഞ്ഞ് മുടി ഉണങ്ങിയില്ല എന്നുള്ള രീതിയിൽ ചെറിയൊരു മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ ഉണങ്ങിയാലും കുഴപ്പമില്ല, ആ സമയത്ത് ആണ് നമ്മൾ ഈ നമ്മുടെ മുടിയിലും, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല അതേപോലെ തന്നെ മുടിയിലും നമ്മൾ ഈ സ്കാൽപ്പിൻ്റെ ഏരിയയിലൊക്കെ നന്നായിട്ട് കൊള്ളിക്കുക, ആ പുക കൊള്ളിക്കുക. പിന്നെ ശ്വാസം മുട്ടലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളത് മാസ്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ അത് ശ്വസിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഡയറക്റ്റ് കണ്ണിലോട്ട് കൊള്ളാതിരിക്കാൻ നോക്കുക. ഇനി നമ്മളെ തലയിൽ നല്ല താരൻ, നല്ല ഇൻഫെക്ഷൻ, സ്കാൽപ്പ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡ്രഗ്സിൻ്റെ കൂടെ ഹരിദ്ര, മഞ്ഞൾ, അതുപോലെ വേപ്പിൻ്റെ ഇല, നീം ലീവ്സ്, അതിൻ്റെ കൂടെ കുഷ്ട, ഈ 3 ഡ്രഗും കൂടി ഇതേ പ്രൊസീജിയറിൽ ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുക, പുക കൊള്ളിക്കുക. ഈ ധൂപനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ആഴ്ചയിൽ നമ്മൾ 2 ദിവസം, 1-2 ദിവസം ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ ഹോട്ടൽ മസാജിൻ്റെ പോലെ തന്നെയാണ് ഇത്. ഓൾറെഡി നമ്മുടെ മുടീൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. പിന്നെ നമ്മുടെ ഈ സ്റ്റിക്കിനെസ്, ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പ്രകൃതമുള്ള മുടി ആളുകളുണ്ടല്ലോ, അവരുടെ മുടി ഒന്ന് അയയാനൊക്കെ സഹായിക്കും. നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. പിന്നെ ഇൻഫെക്ഷൻസ്, ഭയങ്കര ഡാൻഡ്രഫ്, അതുപോലെ സ്കാൽപ്പിൽ ഇൻഫെക്ഷൻസ് ഉള്ളവരൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓൾറെഡി ഇതൊരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. നമ്മുടെ മുടിക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, സ്കാൽപ്പിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊസീജിയർ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ മരുന്നുകളുടെ പേര് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കും. നിങ്ങൾ നോക്കുക, യൂസ് ചെയ്യുക. കമൻറ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഡീറ്റെയിൽ വീഡിയോ അവിടെയും വരും.